നമ്മൾ പ്രഗ്നന്റ് ആകുമ്പോൾ നമ്മൾ കരുതുന്ന ഏറ്റവും വലിയ ചലഞ്ച് ബർത്ത് അല്ലെങ്കിൽ ലേബർ എന്നുള്ളതാണ്. നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യും, ലേബർ പെയിൻ മാനേജ് ചെയ്യാനും ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യും. പക്ഷെ അതുപോലെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് അത് കഴിഞ്ഞ് വരുന്ന പോസ്റ്റ്പാർട്ടം പീരീഡിൽ. ആ പോസ്റ്റ്പാർട്ടം പീരീഡിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് ഒന്നെന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിങ് ആണ്. പക്ഷെ അതിനെക്കുറിച്ച് അധികം അവയർനെസ് ആയി വരുന്നതേ ഉള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന ഒരു മെയിൻ ചോദ്യമാണ്, അമ്മയ്ക്ക് പാലുണ്ടോ? ഈ ചോദ്യം തന്നെ തെറ്റാണ്. അമ്മയ്ക്ക് പാലുണ്ട്, എനിക്ക് പാലുണ്ടാവും. കാരണം അമ്മയുടെ ബോഡി 6 മാസം ആകുമ്പോൾ തന്നെ, പ്രഗ്നന്റ് ആയ 6 മാസം തന്നെ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഇതിനെ കൊളസ്ട്രോൾ എന്ന് വിളിക്കും, ഇതിനെ ലിക്വിഡ് ഗോൾഡ് എന്ന് വിളിക്കും. കാരണം സാധാരണ പാലിനെക്കാളും കുറച്ചധികം കട്ടിയുണ്ട്, ഒരു മഞ്ഞ നിറമാണ് അത്. അത് കുട്ടി ജനിച്ച ആദ്യത്തെ 2 ദിവസത്തേക്ക് കൊളസ്ട്രോമേ കാണത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് മെച്ചുവർ മിൽക്ക് വരുന്നത്. ഇതൊക്കെ ബോഡിക്ക് കൃത്യമായ ഒരു ഡിസൈനും കൃത്യമായ ഒരു ഫ്ലോയും ഒരു സിങ്കും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഹോർമോൺസ് ഒക്കെ ഇതിനകത്ത് വളരെയധികം വലിയ ഫാക്ടേഴ്സ് ആണ്. ഈ ഒരു ഡിസൈൻ നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിങ് വിൽ ബി വെരി ഈസി. അതിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടി ഓരോ തവണ ലാച്ച് ചെയ്യുമ്പോൾ ഡീപ്പായിട്ട് ലാച്ച് ചെയ്യാൻ പറ്റുക. ഈ ഡീപ്പ് ലാച്ചിന് ഒരുപാടധികം വീഡിയോസ് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അതായത് കുറെ ബ്രസ്റ്റ് ഫീഡിങ് പൊസിഷൻസ് ട്രൈ ചെയ്തു, ഡീപ്പ് ലാച്ച് ടെക്നിക്സ് ട്രൈ ചെയ്തു, എങ്കിൽ കൂടി യു സ്റ്റിൽ ഫേസിങ് ഡിഫിക്കൽട്ടീസ്, യു സ്റ്റിൽ ഹാവിങ് പെയിൻ, ബേബി ഈസ് നോട്ട് ഗെയിനിങ് ഇനഫ് വെയിറ്റ് എന്നുണ്ടെങ്കിൽ always consult a lactation consultant to rule out lip ties or tongue ties. ഈ ടങ് ടൈ എന്നുണ്ടെങ്കിൽ ബേബിയുടെ ടങ് ഫ്ലോർ ഓഫ് ദ മൗത്തോട് ആങ്കർ ചെയ്തൊരു മെംബ്രെയിൻ കാണും. അത് ടങ്കിന്റെ മൂവ്മെന്റിനെ വളരെ റെസ്ട്രിക്ട് ചെയ്യും, അത് വളരെയധികം ബ്രസ്റ്റ് ഫീഡിങ്ങിനെ അഫക്ട് ചെയ്യുകയും ചെയ്യും. ലിപ് ടൈ എന്ന് പറയുന്നത് നമ്മുടെ അപ്പർ ലിപ്പും ഗംസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ഉണ്ട്. അത് വളരെ തിക്ക് ആവുമ്പോൾ അത് ലിപ് ടൈ ആയിട്ടാണ്. ഈ കേസിലും ലിപ്പിന്റെ മൂവ്മെന്റ് വളരെ റെസ്ട്രിക്ട് ചെയ്യും, ബ്രസ്റ്റ് ഫീഡിങ് അഫക്ട് ചെയ്യും. ഈ ലിപ് ടൈസിന്റെ ടങ് ടൈസിന്റെ സിവിയറിറ്റി അനുസരിച്ച് ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റ് ക്യാൻ ഡിറ്റർമൈൻ വെദർ ദ ടങ് ടൈ ഓർ ലിപ് ടൈ നീഡ്സ് ടു ബി റിലീസ്ഡ് ഓർ നോട്ട്. ചില കേസസിൽ, മിക്കപ്പോഴുള്ള കേസസിലും ടങ് ടൈ ലിപ് ടൈ ഉണ്ടെങ്കിലും സക്സസ്ഫുള്ളി ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സോ ഓഫൺ അമ്മയ്ക്ക് പാലില്ലാത്തതല്ല, ഇങ്ങനത്തെ കുറച്ച് ഡിഫിക്കൽട്ടീസ് ആയിരിക്കും ബ്രസ്റ്റ് ഫീഡിങ് ഇച്ചിരി ടഫ് ആക്കുന്നത്. ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നതും ഇതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് എടുക്കുന്നതും അനുസരിച്ച് you will be able to deal with it very better.